പറ നിൻട്രോ പറയണത് അബ്ദുക്കുട്ടനാണ്. പറ വെൽക്കം ടു നിശാന്ത് യൂട്യൂബ് ചാനൽ. അബ്ദുക്കല്ല നിശാന്ത് മേനോൻ യൂട്യൂബ് ചാനൽ. പറ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ അപ്പം ബ്രഹ്മത്വം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടില്. ഒരു പാലക്കാട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് കൊണ്ട് അവിടെ കയറിയത്. പിന്നെ ഇവിടെ ഒരു 6 മണി 6:30 ആയപ്പോൾ എത്തി. അങ്ങനെ അവർ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് എത്തി ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ ആക്ച്വലി അറിയണത്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആന വ്ളോഗ് എനിക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ഇതാണല്ലോ. അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം കേട്ടോ. കുങ്കുമം ഇട്ട് കൊടുക്കുന്ന ഇതെന്ന് മൊത്തം ഇടുകൂടി. അതെ ഇവന്റെ കളിപ്പാട്ടം എടുത്ത് അടിച്ചു മാറ്റി നീ എന്നെ വേറെ ചെയ്ത് മോശം മോശം. JCB ഓടിച്ചുകൊണ്ടിരിക്കുന്ന 2 പൗരം. അതെ ഇവിടെ എല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് ആനയ്ക്ക്. മിക്സ് ചെയ്യുക അങ്ങോട്ട്. പക്ഷേ വെള്ളം കൂടെ ഒഴിച്ച് കളർ വലിയ കുഴപ്പമൊന്നും ഒന്നുമില്ലേ. ഇത് ഇച്ചിരി ലൈറ്റാണോ ഡാർക്ക് കളർ ഉണ്ടോ എന്ന് നോക്കണോ? വേണ്ടത് പറഞ്ഞ അപ്പം ക്യാമറ ചെയ്യും. അതാ പ്രശ്നം. ഹരി വളരെ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ ജോലി രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടെ. അപ്പം അടുത്ത ജോലി എൻ്റെ ഇപ്പോഴേ കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായിട്ടോ. നീ ഇതായിരുന്നല്ലേ അപ്പം? അതെ കൊള്ളാം. നല്ലതാ. വെച്ചടി കയറ്റായിരിക്കും പിന്നെ അല്ലേ. ഹിന്ദുവിൻ്റെ കടയിൽ നിന്ന് മേടിച്ച ചെടികളാണ് ഇതെല്ലാം. ഇങ്ങനെ ഒരു എനർജി ഇല്ലാത്തവരുടെ നിൽക്കണ. നീ എന്നെ പറ്റിച്ചോ? 1 മാസം എടുക്കുവോ പച്ച പിടിക്കണമെങ്കിലല്ലേ? സെറ്റ് ആവണം. വാം ലൈറ്റ് വെച്ചപ്പം നല്ല ഭംഗിയുണ്ട് നീ പറഞ്ഞ പോലെ. ഇലയൊക്കെ വന്നുണ്ട്. ശരിയാണ്, ഇലയൊക്കെ ശരിയാണ്. പക്ഷെ പോണ കഴിക്കാൻ ആന ഒരു പിടി പിടിക്കുമെന്ന് എൻ്റെ പേടിയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആന ഡാൻസ് കളിക്കുക രാവിലെ തന്നെ. കുളിയെല്ലാം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആന നൃത്തമാടുകയാണ്. എടുക്കണം വാ. എടാ ക്യാമറ എടുത്തോടാ ഒന്ന്. മെയിൻ ആള് സഫാരിയുടെ സ്വന്തമായ ഫോട്ടോഗ്രാഫർ കം അരണ്ടൊക്കെ കം എന്തൊക്കെയാ. ഏതാടാ ഈ ക്യാമറ ഒന്ന് പറഞ്ഞു അതിനെ കുറിച്ച്. ഇത് എത്ര വേണ്ട? അയ്യോ ആ വണ്ടി ഞാൻ കൊടുക്കണല്ലോ ഇപ്പം. കൊടുക്കണ പ്ലാൻ മാറ്റി ഞാൻ. നല്ല വണ്ടിയല്ലേ. ഇതിൻ്റെ 150cc ഇറങ്ങിയിട്ടുണ്ട്. അത് RX 100 അത് പണി തീരാറായി. എത്ര കൊല്ലം ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്? 2 കൊല്ലമായോ? എങ്ങനെയുണ്ട് സാധനം? ആണോ? ലെൻസോ ഇപ്പം വേറെ ഉണ്ടോ? വേറെ ലെൻസ് ഉണ്ടോ? ഓ സംഭവം സെറ്റാ. ഇവിടെ തന്നെ പേടി പോയിട്ട് ഇപ്പം അനടുത്ത് മാറുന്നില്ല. അങ്ങോട്ട് വെച്ചു കൊടുത്തോ.
കൊടുത്തോ അങ്ങ് അടുത്ത് വരുന്നുണ്ട് കൊടുക്കും. പുള്ളിക്ക് ചെറിയൊരു പേടി ഉണ്ടെന്നില്ല. അടുത്ത് വന്നപ്പോഴേക്കും കൈ പറയും. പോവാണോ? അതല്ല നിങ്ങളല്ല അവനോട് എടുക്കണ്ടോ? ഓ ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ച് അവൻ ഒറ്റയ്ക്കൊക്കെ നിർത്താറായി അല്ലേ? ഓ ഇവിടെ നോക്കിയടാ, തൊടടാ തൊട്ടോ. അങ്ങനെ ഏതാ നിങ്ങൾ എടുത്തോണ്ട് പോയി അല്ലേ? സെറ്റായി. അവനിപ്പോ പേടിയേ ഇല്ലാതെ ഇപ്പൊ നമുക്ക് പേടിയാ അവനടുത്തേക്ക് കാണുമ്പോ. ഞാൻ നിന്നെ ഊതി മണത്തതാ തന്നെ. ഓ എന്നാ ആത്മാർത്ഥതയാന്ന് പറയും ഇവന്. ഓ ഇവനില്ലായിരുന്നു എന്നാ ചെയ്ത എന്റെ പൊന്നട എന്നാ ആത്മാർത്ഥയാണ്. ഈ ബ്ലോഗിലെ മെയിൻ ആള് നീ ആയിരിക്കും വിചാരിച്ചോളൂ. ഒരു ഫോട്ടോയ്ക്ക് 500 രൂപ. ഓ അന്ന് കൊറേ പൈസ ഇറങ്ങൂല. അയ്യോ നീയല്ലേ ഇവനെയൊക്കെ സെറ്റപ്പ് ചെയ്ത്. നീ എന്നെ കൊടുത്താൽ മതി 500. നീ ശീലിതരായിട്ടല്ല. എടുത്തോടാ. മഴ വന്നു കഴിഞ്ഞാൽ പണിയാവൂല്ലോ നിന്റെ അടുത്ത് ചെല്ലുമ്പോ അല്ലേ? അത് ഈ ഫോട്ടോ എടുപ്പും കഴിഞ്ഞത് ഇവൻ്റെ അടുത്തേക്ക് പോവാ. അവിടെ വൺ സെറ്റപ്പുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്ദു. ഇല്ലടാ നിന്റെ അച്ഛൻ അവിടെ എന്നൊക്കെ പ്ലാൻ ചെയ്താണോ? ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഓ മാൻ ഇത് അടുത്ത ടീം എത്തിയിരിക്കുന്നു. വണ്ടി ഒടിഞ്ഞ് കയറുമ്പോൾ അതെ അവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആ ഫോട്ടോ എടുത്തോളും. വീണ്ടും നീ ഫോട്ടോ അല്ലേ? വേണ്ട വേണ്ട ഇനി അത് പറയണ്ട. നീ നിർത്തി തന്നെ. ഇവര് മാറി നിൽക്കുന്നത് അവരുടെ ഫോണും കൊത്തിക്കൊണ്ടിരിക്കുക കള്ളന്മാർ. വീട്ടിൽ എത്ര പേരെ വിളിച്ചു വരുത്തുന്നുണ്ട്? ഓ ലല്ലന്റെ ബർത്ത്ഡേ ഉണ്ട്. പാട്ട് കോപ്പി ചെയ്ത പാട്ടൊക്കെ. അയ്യോ കോപ്പിറൈറ്റ് അടിച്ചേ. 10 സെക്കൻഡ് ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട്. പുള്ളി പോസ്റ്റ് ഇട്ട് കാണിച്ചു തന്നു. ഒന്ന് കാണിച്ചു കൊടുത്തരാ. ഇത് ഇട്ടിവാണിയുടെ ഷൂട്ടിംഗ് തന്നെ എടുത്തല്ലേ ലൊക്കേഷനിൽ നിന്ന് അല്ലേ? ഫോട്ടോഷോപ്പല്ല, ഒറിജിനൽ. എനിക്ക് നല്ലോണം അറിയാതെ അന്ന് മാത്രം എടുത്തിട്ടുള്ളത്. എന്നാ എടുക്കണേ? എന്ത് ആണോ? എന്നെ വിളിക്കും കേട്ടോ. നീ പറഞ്ഞ കണ്ണനെ പറഞ്ഞേ ചെറുക്കനല്ലേ നമ്മുടെ അവനാ ഇവിടുത്തെ മാനേരായി ബജാജിൽ. എല്ലാം കണ്ണന്മാരല്ലോ ദീപ്. തള്ളമാർക്ക് എല്ലാരും കണ്ണന്മാരാണ്. വന്നിട്ടൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു സഞ്ജു. ഒരു പഴം കൊടുത്തു അല്ലേ? എന്തായാലും കൊടുക്കാതെ വിടണ അല്ലേ? നീ അനപ്പുറത്ത് കയറിക്കാന്നല്ലേ? കണ്ടു കയറിയതാ. അതിന്റെ ക്ഷീണം ഇതൊട്ട് മാറിയിട്ടില്ല. ഇനി ഒന്ന് കയറണം ഇടയ്ക്കൊന്ന് കയറണം. അടുത്ത സീസണിലാട്ടെ. ഇത് കൊടുക്കണം. റോബസ്റ്റോ കൊടുക്കോ അവനാ? കൊടുത്തോടാ. അവനങ്ങ് കൊടുത്തിട്ട് മതിയാവുന്നില്ല. കൊടുത്തത് ആ ഗുഡ് ബോയ്. ഇനി നമ്മളെങ്ങനെ പോകും? നീ അതിൻ്റെ നോക്കാം. നമുക്ക് എന്നെ നിന്റെ വണ്ടി വരാം. ആ നീ അതെടുത്തോ. ഞങ്ങൾ ഒരുമിച്ച് നോക്കാം. പാക്ക് ചെയ്തോ? എന്നാ പാപ്പ വയ്ക്കാം. ആ നോട്ടോ. പുറകെ വരുന്നതാണ്. ബൈ.
അയ്യോ ഞാനിനി ഇവിടെ പുറകെ. അയ്യോ നമുക്ക് ആനയുടെ ഫ്രണ്ടിൽ പോകാം, കുറച്ച് വിഷ്വൽസ് എടുക്കാമല്ലോ അങ്ങനെയല്ലേ. അയ്യോ ആന സ്പീഡിൽ പോയേ. നമ്മളിവിടെ എത്തുന്ന സമയം കൊണ്ട് ആന അങ്ങോട്ട് എത്തി. ഇത് സ്കൂളിലാ നീ പഠിക്കണത് കൂടെ പറഞ്ഞിട്ടൊന്ന് പോവോ? ഇത് പ്രൈവറ്റ് റോഡായോണ്ടോ അവന് ഹെൽമെറ്റ് വെക്കാത്ത. കദലിക്കാടാ ഇത്രയും വലിയ ബാഗ്. ഈ ബാഗിൽ എന്താണ് സത്യം പറ? വിദ്യാർത്ഥിനിയോ? ഓ മാൻ, ഈ ബാഗിൽ എന്തോ ഉണ്ട്. എന്താണോ എന്തോ. ഫുഡ് മാത്രമേ ഉള്ളൂ, ബുക്കേ ഇല്ലത്. ഫുഡ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം ഫുഡ്. അതുകൊണ്ട് ഇത്രയും നിറഞ്ഞിരിക്കണതൊക്കെ. ഇവിടെ നിൽക്കുക ആരോട്ടെ. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. സേഫായിട്ട് എത്തിക്കൂടെ അവിടെ വരെ? 100% എന്നെ വിശ്വസിക്കാം. യെസ്, എന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പറയും കറിയാ. ഇതെന്താ ഇവിടെ ഇതിന്റെ ഹെൽമെറ്റിൽ അത്ര വിശ്വാസം പോരായിരുന്നു. അത് കണ്ടപ്പോഴേ ഇതെന്തുവാ ഡ്രാഗണോ? വന്നതേ കണ്ടത് ലഡു അല്ലേ? ഒരു 10 എണ്ണം എടുത്തത് ഞങ്ങളെല്ലാരും കഴിച്ചിട്ട് ആനയ്ക്ക് കൊടുക്കുക. അതെ കാറ് വന്നു. ആരാ? ആ മറ്റേ കടയിലെ പുള്ളിയാ. ഇറങ്ങി പോടാതൊക്കെ വീട്ടിലേക്ക് വന്നപ്പോഴേ പറഞ്ഞുണ്ടാക്കിച്ച ലഡു എങ്ങനെയുണ്ട്? നല്ലതാണോ? ആഹാ കണ്ടോ ഭക്ഷണം ഇവിടെ ഒരുക്കിയേക്കണേ. ഞങ്ങൾ അങ്ങോട്ട് പോളത്. അതെ അടുക്കള ഭാഗത്തേക്ക് അവരങ്ങോട്ട് പോയി ഓൾറെഡി അടുക്കളയിലേക്ക്. വിശപ്പ് തീരെ ഇല്ല. അതെ ഇങ്ങ് വന്നേടാ. എടാ വീട്ടിൽ എടാ നോക്ക് ഇങ്ങോട്ട് വാ. എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് കടിച്ചിടണം. നീ ഒന്ന് വന്നേടാ. നിന്റെ വീട്ടിലല്ലേ? ഇവന്റെ വീട്ടിലെ ഇവൻ കയറുള്ളത്, ഞാൻ പുറത്തു നിന്നുള്ളത്. അവനവിടെ ബഹളമായിട്ട് അതുകൊണ്ട് കൊണ്ടുവരുന്നത്. ഇതെന്തൊക്കെയത്? ആന വരണട്ടെ. ആനയ്ക്ക് ഇന്ന് കോളാ. കുറച്ച് ആ അതെ. തന്നെ മാറിയിക്കണേ. അടുത്തൊന്നിപ്പിക്കും. ഇത്ര നേരം തുള്ളിച്ചടി കണ്ടേ. ഇതിലേക്ക് നോട്ടം. ഭക്ഷണം കണ്ടത് പിന്നെ ഓരോന്നായിട്ട് കൊടുക്കില്ല, അടക്കല് എടുത്തുകൊണ്ട് കൊടുക്കൊണ്ടൊരു അല്ല. എന്തോ ഇങ്ങനെയൊക്കെ വാരിയെടുക്കുക. അപ്പൊ നോക്കി ഇതിങ്ങനെ 10 എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇട്ടത്. ഞങ്ങളത് ടെസ്റ്റ് ചെയ്തായിരുന്നു. അടുത്ത ടെസ്റ്റ് ചെയ്യാം. എല്ലാം ഓരോന്നെടുത്ത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യാൻ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. പോയി ടെസ്റ്റ് ചെയ്യാം കേട്ടോ. കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. എടുക്കെടുക്ക്. ആനയോട് വെച്ചേക്ക് ഹോൾഡ് ചെയ്തേക്ക. ഞാൻ ഒന്ന് കഴിക്കട്ടാ അതൊക്കെ, ഒരു ഗ്യാപ്പ് കയറാതെ. മടിയാ വേണ്ട. എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ ഇതൊക്കെ. ഇച്ചിരി പതുക്കെ താണത്. പയ്യെ തിന്നാ പനിയും തിന്നാ.
നന്ദു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും, എന്നിട്ടൊരു ഓരോന്നും എടുത്ത് പോക്കറ്റ് തിരിച്ചു വരും പുള്ളി. ബുദ്ധിവരാ. എടാ നിന്റെ പോക്കറ്റ് നിറഞ്ഞല്ലോ. തന്നെയാടാ എങ്ങനെ പാപ്പാനെ കണ്ടോ? ആ പാപ്പൻ വീട്ടിലെ ആളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടെന്ന് പോയി. അവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ടല്ലേ. ആനയെ നിർത്തി കൊടുത്തിട്ടുണ്ട്, ബാക്കി എന്താ വെച്ചായിക്കളെ. റെസ്റ്റ് എടുക്ക, ഫാൻ ഇട്ടില്ലേ? ടെസ്റ്റ് ചെയ്ത് ഷുഗർ കൂടിയത്. എനിക്ക് ഷുഗർ ആവുള്ളൂ. നാട് 6 മാസം ലീവല്ലേ? അതെ അതെ, ഇനി ഒഴിവാ ഫുള്ള്. വെള്ളം, ലഡു, ജിലേബി എല്ലാം ഉണ്ടല്ലോ. ഇതെന്താ? ആ സമ്മാനം കൊടുക്കുക, ഗിഫ്റ്റ്. വിശാലിന് കൊടുത്തോ? വിശാലിന് കൊടുക്കുക. വെയിറ്റ് എനിക്ക് വീഡിയോ ഇട്ടല്ലേ. ആ ഓക്കെ, എനിക്ക് ഞാൻ ഒന്ന് മാറട്ടാ. വരട്ടെ. ആ നമ്മള് പൊളിക്ക്. ആ എങ്ങനെയുണ്ട്? ഇനി ആ പരാതിയൊക്കെ അങ്ങ് തരട്ടെ. അടിപൊളി. താൻ തന്നെ കൈ കെട്ടിത്താ. കേട്ടോ 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 തകർത്തു. കേട്ടോ വാച്ച് കാണിച്ചേ. വാച്ച് കാണിക്കാം, എന്നിട്ട് ഇവിടെ കാണിക്കാം. അതൊന്ന് ഊരികളാ. ആ സൂപ്പർ. കേട്ടോ ചെറിയൊരു സമ്മാനം അല്ലേ? അങ്ങനെ തന്നെയാ കെട്ടിക്കോ കേട്ടോ. അതിൽ ഞങ്ങള് അളവെടുത്തായിരുന്നു ഉറങ്ങി കിടന്നപ്പോ. ആ മറ്റേത് ഇനി അടുത്തത് പറ്റേ. ആ സിംഗിൾ ഷോട്ട് ഇട്ടോ, നിർത്താൻ പറ്റില്ല. വാ പുള്ളി ഇറങ്ങ. വാ വാ, അന്നടുത്ത് അവിടെ നോട്ടെ. അവിടെ നോട്ടെ, അന്നോട്ട് ഇങ്ങോട്ട് ആവാ. അതേടാ ഒന്ന് ആ തലയിലെ ഇതൊന്ന് മാറ്റിക്ക്. മറ്റേ ആ കൊടുക്ക. എടാ ഹരി എന്ത് അടുത്ത തലയുടെ ഫ്രീ. രണ്ടുപേരും അടിയാവല്ലോ. ഒരാൾക്ക് ചെയിന്, ഒരാൾക്ക് സ്ട്രാപ്പ്. യൂത്തിൻ്റെ ഇരിക്കട്ടെ ഒരു സ്റ്റാഫ്, അതിൽ പച്ച സ്ട്രാപ്പ്. നല്ല രസം. ഇത് ഇപ്പം കെട്ടിയിട്ട് അപ്പുറത്ത് ഗേറ്റ് അടക്കുന്നത് പോയി തരുന്നു. ഇത് വെറും വീഡിയോക്ക് വേണ്ടി മാത്രമല്ലേ, കുറച്ചേ പോയി തരുന്നത്. പിന്നെ വാറന്റി അല്ല, വാറന്റി ഉണ്ടല്ലോ. വാറന്റി ഉണ്ട്. ആ അത് തന്നെ ഇതോ. എന്നിട്ട് അത് വേണമെങ്കിൽ നീ തന്നെ വെച്ചോ. വല്ല ആവശ്യം വന്ന് ഇനി ഇങ്ങോട്ടാ വരുള്ളൂ അല്ലേ? ഇനിയും ഇത്ര ടൈറ്റ് ആക്കണോ? പറ്റണം. വാവ് സൂപ്പർ, അടിപൊളി. യെസ്. ആണ്ടാ വല്ലതും കിട്ടിയോടി? ഓ അടിപൊളി, സൂപ്പർ ഹോട്ടലോ. എടാ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഈശ്വരാ, എന്നാലും അതില്ലെങ്കിലും കിട്ടിയോടേ. കിട്ടിയിട്ടുണ്ട്, അത് മതി. ഇവിടെ തന്നെ പുല്ല് നിൽക്കണോണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലേ? നീ നട്ടു വളർത്തിയാണോടാ? ഓ എന്നെ ഡെഡിക്കേഷൻ ഒരു കൊല്ലം മുമ്പേ വെച്ചു അല്ലേ? അടുത്ത വർഷത്തേക്കുള്ള പുല്ലുകൾ ഇപ്പോഴേ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സൈഡിലേ തീർത്തുണ്ട് എൻ്റെ കയ്യിൽ. തമ്മിലൊക്കെ തമ്മിലുള്ളതായി ഉഴുന്നോടെയാണോ എനിക്ക്? ആഹാ എനിക്ക് തരാതെ പോണോ? പിടിച്ചോ?
നല്ല മുരിഞ്ഞ വടയാലോ. ഇത് എവിടുന്ന് മേടിച്ചാണോ? ഓ സൂപ്പർ, അടിപൊളി വട, അടിപൊളി വടയാണ് ഗൈസ്. ആ ഇപ്പൊ സെറ്റായി. അതെ ഏതാ പറഞ്ഞു കൊടുക്കണേ, പോയി നിർത്തും അച്ഛനെ അമ്മയും കൊണ്ട് ചെയ്യുന്നതല്ലോ. അവരോട് നേരണം ഫോട്ടോ എടുക്കൂടെ? കിട്ടി. ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ആന റെസ്റ്റിലാണ്. അത് കഴിഞ്ഞത് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ എല്ലാവരും. ഇവിടെ ഒരു സെറ്റ് ടീം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗോയ്സ്. ഫുഡ് തന്നെ വെജിറ്റബിൾ സ്റ്റൂ ആൻഡ് അപ്പം. ഇനി ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ. എന്ത് എന്തോ വെജിറ്റബിളല്ലേ? അല്ല വെജിറ്റബിളല്ലേ? ബീഫ് അലർജിയാണേ. ബീഫ് അലർജി അതെന്നാ കണ്ടാലും ബീഫാണ്. അപ്പം ഇനി കഴിച്ചിട്ട് വരാം. ഓ ഇവൻ്റെ വീട്ടിൽ നിൽക്കണുണ്ടോ? ഇതാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചേക്കുന്നത്. ഇത് അത്യാവശ്യം വലുതാവും കേട്ടോ, അടിപൊളി. ഇവിടെ കുറേ കൃഷികളല്ല ചെറിയതായിട്ട് സെറ്റപ്പൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ തൈകളും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ തൈകളൊക്കെ ഇപ്പോൾ വെച്ചാണോടാ? അവിടെ വെച്ചാണ് ആണോ? എന്താ ആ തൈകള്? മാവൊക്കെ ഉണ്ട്. ആഹാ, ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അന്ന് കൂട്ടിയെടുത്താണോ ഈ വീട് പണിത്? ആണോ? ലക്ഷങ്ങൾ വീഴുന്നൊരു സമയം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിന്റെ മുകളിൽ പോയിട്ടൊരു ഷോട്ട് കിട്ടും നോക്കാം. ആനത് താഴെ നിൽക്കുന്നുണ്ട്, കണ്ട. ഈ ആന അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു, നമ്മൾ അകത്ത് കയറി റെസ്റ്റ് എടുക്കുന്നു. ആ ഇവിടെ ഇനി എനിക്ക് ഇച്ചിരി ഫോട്ടോഷൂട്ടാ വന്നല്ലേ. ആ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നുണ്ടല്ലേ. ഓ ആ നല്ല മുന്ന ഇതല്ലേ നീ കിട്ടുക? ഇതല്ലായിരിക്കും എൻ്റെ കയ്യിൽ. ഇനി ഇങ്ങോട്ടെ വീട്ടിലേക്കല്ലേ? അതെ അതെ അതെ. അപ്പോൾ വീണ്ടും കാണാം. ആ ടാറ്റ. ഞങ്ങൾ ഫ്രണ്ടിൽ പോട്ടെ ഗേൾസ്. ഹോൾഡ് ചെയ്യുകയാണേ. ഞാൻ ആനവണ്ടി കയറി ഗേൾസ്. ഇനി ഇതിൻ്റെ അകത്ത് അവിടം വരെ ചെല്ലാന്ന് വിചാരിച്ചു. അവിടെ ഫ്രണ്ടിൽ തന്നെ ആന വന്ന് നിൽക്കണ്ട. അവിടെ നിന്ന് കയറിയിട്ട് ഇനി തിരിച്ച് പോവാം. ഇതിൻ്റെ അകത്തിൽ നിൽക്കൽ അത്ര സുഖമുള്ള പരിപാടിയല്ലേ ഗേൾസ്. ഇവിടെ പിടിച്ചാണ് നിൽക്കുന്നത്. രസമാട്ടോ നല്ല. ആന ഇവിടെ വന്നേക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഇറങ്ങട്ടെ ഇനി, ആനയെ കയറ്റട്ടെ. പുള്ളി ബോളിലായി പോയി. ഇനി നിന്നെ എങ്ങനെ ഇറക്കും? വീട്ടിൽ പോണ്ടേ? ഇറക്ക് പോവാനുള്ള. ബൈ. കാണാം. ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. ശരി. ഓക്കെ യെസ്. Bye.